മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിർബന്ധപൂർവ്വം ചോദിച്ചു വാങ്ങിയ പ്രിയ ശിഷ്യന്റെയും സ്നേഹശാഠ്യങ്ങൾക്ക് മുമ്പിൽ വിലാപ്പുറം തുറന്നുകാട്ടിയ ഗുരുവിന്റെ മഹാസ്നേഹത്തിന്റെയും ഓർമ്മയാചരിച്ചുകൊണ്ട് പുതുഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 17-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിൽ പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെട്ട് പുതുതായി തീർന്നതിന്റെയും പഴയ മനുഷ്യനെ അവന്റെ കുരിശിന്റെ ചുവട്ടിൽ ഉപേക്ഷിച്ച് അവന്റെ ഉത്ഥാനത്തിന്റെ ധവളിമയുള്ള പുതിയ മനുഷ്യനെ സ്വീകരിച്ചതിന്റെയും ഓർമ്മയാണ് ആദിമസഭ പുതുഞായറിലൂടെ ആഘോഷിച്ചതും കൊണ്ടാടിയതും. അതുകൊണ്ട് തന്നെ നീണ്ട നോമ്പുകാലത്തെ ഒരുക്കത്തിന് ശേഷം ദുഃഖശനിയാഴ്ച ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ജ്ഞാനസ്നാന സ്വീകരണ സമയത്ത് ലഭിച്ച വെള്ളവസ്ത്രങ്ങളുമായി ഉത്ഥാന തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ച പുതുതായി വിശ്വാസം സ്വീകരിച്ചവർ, സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നവർ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞവർ, ആ വിശ്വാസം ഏറ്റവും ആഘോഷപൂർവ്വം അർപ്പിച്ചിരുന്ന ദിവസമായിരുന്നു പുതുഞായറാഴ്ച. തണുത്തുപോയ സ്നേഹത്തെ നവീകരിക്കപ്പെട്ടതിന്റെയും തണുത്തുറഞ്ഞുപോയ വിശ്വാസത്തെ പുതുതാക്കിയതിന്റെയും ഓർമ്മയാണ് പുതുഞായർ പങ്കുവയ്ക്കുന്നതെങ്കിൽ അത് നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നതും ഉള്ളിലെ തണുത്തുപോയ സ്നേഹങ്ങളെയും വിശ്വാസത്തെയും പുതുതാക്കാൻ, നവീകരിക്കാനുള്ള ക്ഷണമാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു എന്ന് പൗലോസ് പറയുന്നതിലൂടെ നമ്മൾ ക്ഷണിക്കുന്നതും ഈ വിശ്വാസത്തിന്റെയും ക്രിസ്തുവിനോടുള്ള അഗാധ സ്നേഹത്തിന്റെയും ഒക്കെ തീർച്ചയായും ഒരു നവീകരണത്തിലേക്ക് തന്നെയാണ്. പുതുഞായറാഴ്ചയുടെ വിചിന്തനത്തിൽ 3 മനോഹരമായ ദൃശ്യങ്ങളാണ് സുവിശേഷകൻ ആവിഷ്കരിക്കുന്നത്. അതിലാദ്യത്തേത് ഉത്ഥാനത്തിന്റെ പുലരിയിൽ ഇരുള് പ്രഭാതത്തിന് വഴിമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കല്ലറയുടെ മുമ്പിൽ കരഞ്ഞു നിൽക്കുന്ന മഗ്ദലന മറിയത്തിൽ അവളുടെ പിറകിൽ വന്ന് നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ സുന്ദര ചിത്രത്തോടുകൂടിയാണ്. തോട്ടക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച് മറിയം മഗ്ദലന ഉയർത്തുന്ന ഒരു വിലാപമുണ്ട്: പ്രഭോ, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവനെ അവർ എവിടെ വെച്ചിരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. മഗ്ദലന മറിയം യേശുവിന്റെ ശൂന്യമായ കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയം ഒരു പ്രതീകമാണ്. എല്ലാ കാലത്തെയും അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ദുർബലരായ നിസ്സഹായരായ മനുഷ്യരുടെ ഒക്കെ പ്രതിനിധിയാണ് അവൾ. അവരുടെ വിലാപമാണ് ഞങ്ങളുടെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. ഉയർപ്പിന്റെ മഹാസന്തോഷത്തിലായിരിക്കുന്ന സഭയോട്, ദൈവജനത്തോട് അവരുടെ ആത്മാവിലേക്കുള്ള ഒരു ചോദ്യമായിട്ടാണ് മഗ്ദലന മറിയത്തിന്റെ വാക്കുകൾ മുഴങ്ങുന്നത്. ആരാണ് മറിയം മഗ്ദലനയെ പോലെയുള്ള നിസ്സഹായരുടെ, ദുർബലരുടെ, അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയത്? എങ്ങനെയാണ് പാവപ്പെട്ടവനും ദുർബലനും അവരുടെ കർത്താവിനെ നഷ്ടമായി പോയത്? സഭയുടെ മുഖ്യധാരയിൽ വിശ്വാസ ജീവിതത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ ദുർബലർക്കും നിസ്സഹായർക്കും ദരിദ്രർക്കും അരികുകളിൽ ജീവിക്കുന്നവർക്കും എപ്പോഴെങ്കിലും അവരുടെ കർത്താവിനെ നഷ്ടപ്പെട്ടതായിട്ട്, അവരിൽ നിന്ന് എടുത്തു മാറ്റിയതായിട്ട് തോന്നാനിടയുണ്ടോ? ആത്മശോധനയുടെ ഒരു വിഷയം കൂടിയാണിത്. മഗ്ദലന മറിയത്തിന്റെ കണ്ണുനീരിന്റെ കാരണം ചോദിക്കുന്നവനായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ചരിത്രത്തിൽ ഉടനീളം നിൽക്കുന്നിടത്തോളം കാലം ആർക്കെങ്കിലും അവരുടെ കർത്താവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അധികാരമോ ബലമോ പ്രൗഢിയോ സ്ഥാനങ്ങളോ ഒക്കെ ആർക്കെങ്കിലും മിശിഹായെ നിഷേധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ, ദരിദ്രന്റെ ഏക ആശ്രയമായ, അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവന്റെ ഏക അവലംബമായ, മരണത്തെ മറികടന്ന മിശിഹായെ തിരികെ കൊടുക്കുക എന്നുള്ളതാണ് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രവാചക ദൗത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ദരിദ്രന്റെ വിലാപങ്ങളിലേക്ക്, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി എന്നുള്ള സങ്കട സ്വരങ്ങളിലേക്ക് ചെവി തുറക്കാനുള്ള ക്ഷണം വിശുദ്ധ സുവിശേഷം ഇന്ന് നൽകുന്നുണ്ട്. രണ്ടാമത്, ശിഷ്യരുടെ സങ്കടങ്ങളുടെയും ഭയത്തിന്റെയും നടുവിലേക്ക് കടന്നു ചെല്ലുന്ന ഉദ്ധിതനായ ഈശോയാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഉത്ഥാനത്തിന്റെ അന്ന് വൈകിട്ട് യഹൂദരെ ഭയന്ന് ശിഷ്യർ കതകടച്ചിരിക്കുകയാണ്. വാതിൽപ്പഴുതുകളിലിടയിലൂടെ അവന്റെ ഉദ്ധിത ഗാത്രം മുറിക്കുള്ളിൽ പ്രവേശിക്കുകയും
അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിക്കുകയും ചെയ്യുന്നത്. ഇന്നും ഭയത്തിന്റെയും നിരാശയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ഇരുട്ടുമുറികളിൽ കതകടച്ചിരിക്കുന്ന മനുഷ്യരോർക്ക് ഉദ്ധിതനായ യേശു എങ്ങനെയാണ് പ്രസക്തനാവുന്നത്? അവന് മാത്രം പറയാൻ പറ്റുന്ന വചനമാണ്, ജീവിതത്തിന്റെ എത്ര തകർന്ന നിരാശപ്പെട്ട എത്ര ബന്ധനാവസ്ഥയിൽ ഇരിക്കുന്ന മനുഷ്യരോടും അവന് മാത്രം പറയാൻ പറ്റുന്ന വചനമാണ്, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ സങ്കടങ്ങളുടെയും അരക്ഷിതാവസ്ഥകളുടെയും അനുദിന ജീവിതത്തിന്റെ സകല ഭയപ്പാടുകളുടെ നേരെ നോക്കിയിട്ടാണ് മുറിവേറ്റ അവന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവൻ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. ഉദ്ധിതന്റെ ആർക്കും മരണത്തിനോ കല്ലറയുടെ ഇരുളിനോ ഒന്നിനും നശിപ്പിക്കാൻ കഴിയാത്ത ഈ അലൗകികമായ സമാധാനമാണ് ഈ ഞായറാഴ്ച നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കർത്താവിനെ കണ്ട ശിഷ്യരെ കുറിച്ച് സുവിശേഷൻ പറയുന്നത്, അവനെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്നാണ്. മനുഷ്യരൊക്കെ സന്തോഷങ്ങളുടെ പിറകെയാണ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്നാണല്ലോ പരസ്യവാചകം തന്നെ. മനുഷ്യർ തിരയുന്ന ആനന്ദങ്ങൾ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹൃദയം ആനന്ദത്താൽ നിറയുന്നത്? എപ്പോഴാണ് യഥാർത്ഥ സന്തോഷം മനുഷ്യർ അനുഭവിക്കുന്നത്? സുവിശേഷം തരുന്ന കൃത്യമായ ഒരു അക്ഷരസാക്ഷ്യമുണ്ട്. നമ്മൾ അന്വേഷിക്കുന്ന ആനന്ദങ്ങൾക്ക് മുഴുവനുമുള്ള ഏക ഉത്തരവും അതിന്റെ കാരണവും നസ്രായനായ യേശുവാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ജീവിതത്തിൽ എവിടെയെങ്കിലും അഭിമുഖീകരിക്കുമ്പോഴാണ് മനുഷ്യർ യഥാർത്ഥ ആനന്ദത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ യുവജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന ആനന്ദത്തിന് ഒരു പേരുണ്ട്, ഒരു മുഖമുണ്ട്. നസ്രായനായ യേശുവിന്റെ പേരും രൂപവുമാണത്. ഈ ഉദ്ധിതനെയാണ് നമ്മുടെ ആനന്ദത്തിന്റെ കാരണം. അവനെ കണ്ടെത്തുമ്പോഴാണ് മനുഷ്യർ യഥാർത്ഥ സന്തോഷങ്ങളിലേക്ക് കടന്നു വരുന്നത്. സങ്കടങ്ങളുടെ, നിരാശയുടെ, ഒറ്റപ്പെടലുകളുടെ ഒക്കെ ഇരുണ്ട മുറികളിൽ കതകടച്ചിരിക്കുന്നവർക്ക് ഉദ്ധിതൻ തരുന്ന വലിയ സമാധാനവും അവനാകുന്ന യഥാർത്ഥ സന്തോഷത്തെയും കണ്ടുമുട്ടാനുള്ള കൃപയാവട്ടെ ഈ പുതുഞായർ നമുക്ക് നൽകുന്നത്. മൂന്നാമത്, സ്നേഹം നിർബന്ധപൂർവം ചോദിച്ചു മേടിക്കുന്ന, ഒരു കുഞ്ഞിനെ കണക്ക് ഗുരുവിന്റെ സാമീപ്യത്തിന് വേണ്ടി ശാഠ്യം പിടിക്കുന്ന തോമസ് എന്ന ശിഷ്യന്റെ സ്നേഹശാഠ്യത്തെയും അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഗുരുവിന്റെ ആർദ്രമായ കരുണയാണ് നമ്മൾ കണ്ടെത്തുന്നത്. നിന്റെ വിരലിവിടെ കൊണ്ടുവരിക, എന്റെ മുറിവുകൾ കാണുക, കൈനീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക എന്ന് നസ്രായനായ അവനെ തോമസിനെ വിളിക്കുമ്പോൾ തോമസിന്റെ ഉത്തരം എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ളതായിരുന്നു. ആദിമസഭയുടെ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷകരുടെ പ്രത്യേകമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ആ സാഹചര്യം മനസ്സിലാക്കുമ്പോഴാണ് സുവിശേഷങ്ങളിലെ തന്നെ ഏറ്റവും പരമമായ ഒരു വിശ്വാസ പ്രഘോഷണവും ഏറ്റുപറച്ചിലുമാണ് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് തോമാസ് ശ്ലീഹ ഉദ്ധിതന്റെ മുമ്പിൽ നിന്ന് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാകുന്നു. ആദിമസഭ ഏറ്റവും കടുത്ത പീഡനങ്ങളിലൂടെ കടന്നുപോയ നാളുകളായിരുന്നു ഫ്ലാവിയൂസ് ഡൊമീഷ്യൻ എന്ന റോമൻ ചക്രവർത്തിയുടെ കാലം. സ്വയം ദൈവമായി അവരോധിച്ചിരുന്ന, മനുഷ്യരോട് തന്നെ ആരാധിക്കണമെന്ന് ആജ്ഞാപിച്ചിരുന്ന, തനിക്ക് മുമ്പിൽ ധൂപങ്ങൾ അർപ്പിക്കണമെന്നും തലകുനിക്കണമെന്നും നിഷ്കർഷ പുലർത്തിയിരുന്ന ഫ്ലാവിയൂസ് ഡൊമീഷ്യൻ സ്വയം കൽപ്പിച്ചു നൽകിയ വിശേഷങ്ങളിൽ ഒന്നായിരുന്നു ഡോമിനൂസ് എത്ത് ദേവൂസ് നോസ്തർ, എന്റെ കർത്താവും ദൈവവും എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ മനുഷ്യരാൽ, പ്രജകളാൽ കർത്താവും ദൈവവും എന്ന് വിളിക്കപ്പെടണം എന്ന് ശാഠ്യം പുലർത്തിയിരുന്ന ഫ്ലാവിയൂസ് ഡൊമീഷ്യന്റെ മതമർദ്ദനത്തിന്റെ കീഴിലിരുന്ന ഒരു സഭയോടാണ് ഉത്ഥാനത്തിന്റെ 8-ാം ദിവസം വൈകുന്നേരം നടന്ന വലിയ ദൈവിക വെളിപ്പെടുത്തലിന്റെയും വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെയും ഓർമ്മ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഉദ്ധിതന്റെ മുറിപ്പാടുകളിലേക്ക് നോക്കിയിട്ട് വിശുദ്ധ തോമസിന്റെ ഏറ്റുപറച്ചിൽ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ളത് ഒരു വലിയ വെളിപ്പെടുത്തലാണ്. ഫ്ലാവിയൂസ് ഡൊമീഷ്യൻ അല്ല, നശ്വരനായ മനുഷ്യരാരുമല്ല, മരണത്തെ മറികടന്ന, പിശാചിന്റെ തല തകർത്ത, സഹനത്തിലൂടെ വിജയകിരീടം നേടിയ നസ്രായനായ യേശുവാണ് ദേവൂസ് എത്ത് ഡോമിനൂസ് നോസ്തർ, നമ്മുടെ ഏക കർത്താവും ഏക രക്ഷകനും. ഈ വിശ്വാസത്തിന്റെ മഹാപ്രഖ്യാപനമാണ് തോമസ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളിലെ ശിഷ്യരുടെ, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണമെന്ന് തോമസിന്റെ പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ പറ്റും. ഉദ്ധിതനെ കണ്ട്, മുറിവുകൾ കണ്ട് ഞാൻ വിശ്വസിക്കുമെന്ന് ശാഠ്യം പിടിക്കുന്ന തോമസ് സത്യത്തിൽ ഒരു മനുഷ്യന്റെ മാത്രം സംശയങ്ങളല്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത
വിശ്വസിക്കാൻ പറ്റാതെ പോയ ആദിമസഭയിലെ ശിഷ്യ സമൂഹത്തിന്റെ, അവന്റെ കൂടെ നടന്ന ശിഷ്യരുടെ ഒക്കെയും സംശയങ്ങൾ ആൾരൂപം പ്രാപിച്ചതാണ് തോമസ്. അതുകൊണ്ട് തന്നെ അവന്റെ മുറിവുകൾ കണ്ട് വിശ്വസിക്കൂ എന്നുള്ള ശാഠ്യം ഒരാളുടെ മാത്രം ശാഠ്യമല്ല. എല്ലാ കാലത്തും ഉത്ഥാനമെന്ന മഹാവിസ്മയത്തെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത മനുഷ്യ മനസ്സിന്റെ സംശയങ്ങളുടെ മുഴുവൻ ആവിഷ്കാരമാണത്. ആ സംശയങ്ങളുടെ മുമ്പിലാണ് വരിക, എന്റെ മുറിവുകൾ കാണുക, കൈനീട്ടി നിനക്ക് വേണ്ടി പിളർക്കപ്പെട്ട എന്റെ വിലാപ്പുറത്ത് സ്പർശിക്കുക എന്നുള്ള കരുണയുടെ മഹാവെളിപ്പെടുത്തലുമായിട്ട് ഉദ്ധിതൻ വന്നു നിൽക്കുന്നത്. തോമസിന് പിന്നൊന്നും ചെയ്യാനില്ല. അയാൾക്ക് വിശ്വാസത്തിന്റെ പരമമായ ഏറ്റുപറച്ചിലുകൾ മാത്രമേ നടത്തേണ്ടതുള്ളൂ. ആ ഏറ്റുപറച്ചിലാണ് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന പ്രഘോഷണത്തിന്റെ ആത്മാവെന്ന് പറയും. ഈ പുതുഞായർ നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി, നമ്മുടെ വിശ്വാസത്തെ അതിന്റെ സകല തളർച്ചകളിൽ നിന്നും വീണ്ടും നവീകരിച്ച്, മരണത്തെ മറികടന്ന, സഹനങ്ങളെ അതിജീവിച്ച നസ്രായനായ യേശു നമ്മുടെ കർത്താവും ദൈവവുമാണെന്ന് ഉറക്കെ പറയാനും പ്രഘോഷിക്കാനുമുള്ള വലിയ ധൈര്യമാവട്ടെ ഈ പുതുഞായർ ആചരണം നൽകുന്നത്. 2000 ആണ്ട് മുതൽ പുതുഞായർ ദൈവകരുണയുടെ തിരുനാൾ കൂടിയാണ്. തോമസിന്റെ മുമ്പിൽ നീ എന്റെ വിലാപ്പുറം കാണുക എന്നും കൈനീട്ടി അതിൽ സ്പർശിക്കുക എന്നും പറയുന്ന മിശിഹായുടെ സ്വരത്തിൽ വെളിപ്പെട്ടതിലും അധികം ദൈവകരുണ എവിടെയാണ് വെളിപ്പെടുന്നത്? അവന്റെ പിളർക്കപ്പെട്ട പാർശ്വവും മുറിവേറ്റ കൈകാലുകളും ദൈവകരുണയുടെ മഹാവെളിപ്പെടുത്തലുകളാണ്. സകല മനുഷ്യവംശത്തെയും ഇനിയും സൗഖ്യപ്പെടുത്താനും രക്ഷയിലേക്ക് നയിക്കാനും കഴിയുന്ന അഗാധമായ ദൈവകരുണയുടെ വെളിപ്പെടുത്തലാണ്. എന്താണ് കരുണ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ സ്വഭാവമാണത്. മേഴ്സി ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവമാണ് കരുണ. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് കൃപാനിധിയും കരുണാമയനുമായ ദൈവം എന്ന് ഉദ്ഘോഷിച്ച് മോശയുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ദൈവിക വെളിപ്പെടുത്തലുകൾ മുതൽ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് കരുണ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ മഹാകരുണയാണ് തോമസിന്റെ മുമ്പിൽ പിളർക്കപ്പെട്ട പാർശ്വത്തിന്റെ രൂപത്തിൽ വന്നു നിൽക്കുന്നത്. ആ കരുണയിൽ ശരണം തേടാൻ, ദൈവകരുണയാൽ വീണ്ടെടുക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ഇതൊരു സ്നേഹശാഠ്യത്തിന്റെ മുമ്പിൽ ദൈവം അനന്തമായ കരുണയോടെ തോറ്റുകൊടുത്തതിന്റെ ഓർമ്മയാണ്. ദൈവം എന്തിനാണ് അങ്ങനെ മഹാകരുണയോടെ തോറ്റുകൊടുക്കുന്നത് മനുഷ്യന്റെ മുമ്പിൽ? പൗലോസ് പറയും, അല്ലയോ മനുഷ്യ, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയല്ലേ ദൈവകരുണയുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, നഷ്ടപ്പെട്ട സ്നേഹത്തെ, തണുത്തുപോയ വിശ്വാസത്തെ നവീകരിക്കാനും പുതുതാക്കാനും അവന്റെ അനന്തമായ കരുണ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. പിളർക്കപ്പെട്ട ആ വിലാപ്പുറത്തേക്ക് നമ്മുടെ സ്നേഹശാഠ്യങ്ങളോടും ബലഹീനതകളോടും കൂടി നമ്മെ തന്നെ സമർപ്പിക്കാം. അവന്റെ മഹാകരുണയാൽ നാമും പൊതിയപ്പെടുന്ന കൃപയുടെ അനുഭവം ഈ പുതുഞായറാഴ്ച എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.